ഉറക്കസമയം മാറുന്ന വീടുകൾ, ഉറക്കം നഷ്ടപ്പെടുന്ന കൗമാരം, ജീവിതശൈലി രോഗങ്ങളെ എണ്ണുമ്പോൾ ഭക്ഷണത്തിൽ മാത്രം എല്ലാം എണ്ണി തീർക്കാനാവില്ല. അതിനപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. സാക്ഷിയാണ് 50 വയസ്സുകാർ. കാരണം അവർ 2 കാലവും കണ്ടിട്ടുണ്ട്. വെളുപ്പിനെ അതിരാവിലെ ഉണർന്ന് വീട്ടിലെ പാടത്തും ഒക്കെ കൊയ്ത്തും മെതിയുമൊക്കെ ഉള്ളപ്പോൾ അവർക്കുള്ള ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളുമായി അവിടെ പോയിരിക്കുന്ന ഒരു ബാല്യം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് മക്കളിൽ പലരും ഉണർന്നെഴുന്നേറ്റ് നേരം വെളുത്ത് വരുന്നത് 10 മണിക്കും 11 മണിക്കുമൊക്കെയാണ്. അവർക്കറിയാം ജോലിക്കോ പഠിക്കാനോ പോകുന്നത് 10 മണിക്കാണെങ്കിൽ 9:45 സമയം നിശ്ചയിച്ച ശേഷം എഴുന്നേറ്റ് 5 മിനിറ്റ് കൊണ്ട് റെഡിയായി, തലകുളിയില്ല, മുഖം കുളിയില്ല, ചെവി കുളിയില്ലാതെ വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഉറങ്ങുന്നതാകട്ടെ 1 മണിക്കും 2 മണിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ ഒരു ജൈവിക ക്ലോക്കുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഉറങ്ങുന്നതിന് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഉണരുന്നതിനും അതുപോലെ തന്നെയാണ്. പണ്ട് രാവിലെ ഉണർന്ന് ഈ പറയുന്നത് പോലെ പള്ളിയിൽ പോകുന്നവരുടെ എണ്ണമൊന്നും പണ്ട് അധികമില്ലായിരുന്നെങ്കിലും രാവിലെ ഉണരണം എന്നുള്ളത് വീടുകളിലെ നിർബന്ധമായിരുന്നു. പിതാക്കന്മാർക്കത് ചിട്ടയായിരുന്നു, കാർക്കശ്യമായിരുന്നു. അവരവിടെ ഉണ്ടെങ്കിൽ രാവിലെ ഉണരുക പതിവാണ്. അങ്ങനെ ഉണർന്നാൽ പല വീടുകളിൽ നിന്നും രാവിലെ എന്തെങ്കിലും കടകളിൽ പോയി പലഹാരം വാങ്ങിച്ചുകൊണ്ട് വരിക. കാരണം അന്ന് വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് രാവിലെ ഭക്ഷണം ഉണ്ടാകുന്നത്. പിന്നെ പഴങ്കഞ്ഞിയാണ് അധികം പേരും കഴിക്കുന്നത്. അത് അതിരാവിലെ ഉണർന്ന് പങ്കുവച്ചില്ലെങ്കിൽ വൈകി എഴുന്നേൽക്കുന്നവർക്കുണ്ടാവില്ല. ഇന്നത്തെ 50 വയസ്സുകാരിൽ ആർക്കും തന്നെ രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ ഒരു ശീലമുണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഏതെങ്കിലും അടുത്ത ക്ഷേത്രങ്ങളിൽ പരിപാടിക്ക് പോയ ദിവസമോ 27 രാവിനോ ശിവരാത്രിക്കോ ഒക്കെ മാത്രമാണ്. എന്നാൽ ഇന്ന് പുതിയ തലമുറയ്ക്ക് എല്ലാം ശിവരാത്രിയാണ്. ഒരു വീട്ടിലേക്ക് രാവിലെ 8 മണിക്ക് കയറി ചെന്നാൽ ഒരുപക്ഷേ ഒരു പ്രായമായ ആരെങ്കിലും അവിടെ ഉണ്ടാകുമെന്നുള്ളതിനപ്പുറത്ത് ബാക്കി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട കല്യാണക്കത്തുകളും ബാക്കിയുള്ള സംഗതികളുമാണ് പല വീടുകളിലും കിടക്കുന്നത്. ഇത്രമേൽ എന്തിന് വിളിച്ചുകൂട്ടി ഒരാവശ്യവുമില്ലാത്ത ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നടത്തുന്നവരുടെ മറ്റൊരു സൂക്കേടാണ്. കാരണം വേറൊരു തരം ലോകത്താണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത്. ചായ കുടിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ചായ ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടല്ല അവർ കുടിക്കാത്തത്. ചിലരൊക്കെ പറയും അതൊരു നല്ല ശീലമാണ്, ചായയൊക്കെ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. പക്ഷേ അതവർ കുടിക്കാത്തത് എഴുന്നേറ്റ് വരുമ്പോൾ ഉച്ചയാവും. പിന്നെ എന്തിനാണ് ചായ കുടിക്കുന്നത്? അല്ലാതെ അവർ ആരോഗ്യം നോക്കിയിട്ടൊന്നുമല്ല. ഇങ്ങനെ ക്രമം തെറ്റി സഞ്ചരിക്കുന്നതിൽ നല്ലൊരു ശതമാനം പേരും രാത്രികാലങ്ങളിൽ വൈകിയാണ് വീട്ടിലെത്തുന്നത്. സന്ധ്യാനേരത്ത് വീട്ടിലെത്തിയിരുന്ന പഴയ കാലമാകെ മാറിയിരിക്കുന്നു. പിതാവ് പണിസ്ഥലത്തുനിന്ന് വരുമ്പോഴോ വരുന്നതിന് തൊട്ട് മുമ്പോ വീട്ടിലെത്തണമെന്ന രീതി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ അച്ഛനെ ഭയന്ന് മക്കളെ ജീവിച്ച കാലഘട്ടം മാറി ഇപ്പം മക്കളെ ഭയന്ന് മാതാപിതാക്കൾ ജീവിക്കുന്ന കാലഘട്ടമായിരിക്കുന്നു. അവർ വരുമ്പോൾ എന്തേ ഇത്ര സമയമായത് എന്ന് പോലും ചോദിക്കാൻ രക്ഷകർത്താക്കൾക്ക് അവകാശവും അധികാരവും ഇല്ലാതായിരിക്കുന്നു. കുറച്ച് രക്ഷകർത്താക്കളാവട്ടെ അവർ തന്നെ വൈകുന്നേരം നേരം അസ്തമിച്ചാൽ നിപ്പനും ഇരിപ്പനും കുടിപ്പനും അടിച്ച് വന്ന് ഓർമ്മയില്ലാതെ പരിഹാസ കഥാപാത്രങ്ങളായോ തലകുത്തിയോ നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് മക്കളെ ആര് നോക്കാനാണ്? ബാക്കി കുറേ പേരെങ്കിലും ഭീരുക്കളുമായിരിക്കുന്നു. അവർ കയറി വന്ന് 1 മണിക്കും 2 മണിക്കും ആഹാരം കഴിച്ചിട്ട് പിന്നീട് വൈഫൈ ഉണ്ടെങ്കിൽ മൊബൈലും നോക്കി അവർ ഉറങ്ങുന്നത് പ്രഭാതത്തിലാണ്, എഴുന്നേൽക്കുന്നത് നട്ടുച്ചയ്ക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം ശാരീരിക രോഗങ്ങളായും മാനസികാരോഗ്യ പ്രശ്നങ്ങളായും നാളെ സമൂഹജീവിയായി കുടുംബം മുന്നോട്ട് നയിക്കുന്നതിലേക്ക് നീങ്ങുമ്പോഴാണ് ദുരന്തപൂർണമാകുന്നത്. അതെ, സഹിക്കാനാവാത്തവണ്ണം വ്യത്യസ്തമായ കാഴ്ചകളുടെ നടുവിൽ നിസ്സഹായതയോടെ നിശബ്ദരായിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇതെല്ലാം വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. വേണമെങ്കിൽ കാലം മാറിപ്പോയ ഒരു ഭ്രാന്തൻ്റെ ചുല്ലുകൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം.